ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഒരു ബുൾസൈ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 3 തരത്തിലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. അപ്പോൾ അതേ ഞാൻ ആദ്യം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതൊന്നും പൊട്ടാണ്ട് അങ്ങനെ കറക്റ്റായി കിട്ടണമെന്നാണ് ഇഷ്ടമുണ്ടാവുക. എന്തായാലും ഇതെല്ലാവരും വീട്ടിലും ഉണ്ടാക്കുന്നതാണ് വെച്ചാൽ എല്ലാവരും ഓരോപോലെ ഉണ്ടാക്കുക, പല രീതിയിലായിരിക്കും എല്ലാവരും ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഏത് രീതിയിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഇതിങ്ങനെ മിക്ക ദിവസം ഉണ്ടാക്കുന്നതായിരിക്കും. രണ്ടാമത്തേതെന്ന് വെച്ചാൽ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി എല്ലാത്തും ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊണ്ട് ഉപ്പിട്ടാൽ മതിയാവും കേട്ടോ. കുരുമുളക് പൊടി എത്ര കുറച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിടാം. എനിക്ക് തോന്നുന്നു മുളക് പൊടിയേക്കാളും ടേസ്റ്റ് പോകുന്നത് കുരുമുളക് പൊടി ഇടുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇതും അതേപോലെ തന്നെ പൊട്ടിക്കാണ്ടിട്ട് എടുക്കാം. ആദ്യം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ വീടുകളിങ്ങനെ ഉണ്ടാക്കുമോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല. ഇപ്പോൾ മിക്ക ദിവസവും ഉണ്ടാക്കും വീട്ടിൽ. പിന്നെ പിള്ളേർക്ക് ഇഷ്ടം എങ്ങനെയായിരിക്കും, വലിയവർക്കും ഇതുപോലെയൊക്കെ തന്നെയാണ് ഇഷ്ടമുണ്ടാവുക. അപ്പം നമ്മുടെ രണ്ടാമത്തെ രീതിയിലുള്ള ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ മൂന്നാമത്തെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് വീണ്ടും ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മുകളിൽ നോക്കിയിട്ട് നമ്മളൊന്ന് ഇത് മറിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിന് മേലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ ഇത് കുറച്ച് സബോള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി ആണെങ്കിൽ അതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നെല്ലിക്ക് ഒരു തൊണ്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടായി വരില്ലേ, ആ സമയത്ത് അതൊന്നും ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കണം. അത് നല്ലോണം വേവിച്ചൊന്നും എടുക്കരുത്. ഇതൊന്നും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഉള്ളു നല്ലോണം വേവരുത്, ഉള്ളിൽ അതേപോലെ തന്നെ വെക്കണം. ഒരു പുറം ഭാഗം ഒന്ന് ചെറുതായി ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി. മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. ഇതാണ് മൂന്നാമത്തെ രീതിയിലുണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ഇതിലാണ് നിങ്ങൾ വീട്ടിലുണ്ടാക്കണമെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഏത് രീതിയിൽ ഉണ്ടാക്കണതാണ് കൂടുതലായിട്ട് ഇഷ്ടമെന്ന് വെച്ചാൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും തീരെ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കൂടെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.